عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദോട് നിറഞ്ഞ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നദീർ സാർ അവർ, അൽവർദയുടെ ഡയറക്ടർ അഡ്വക്കേറ്റ് നിയാസ് വാഫി അവർ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ അധ്യാപകമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ് നമ്മളേവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ദിനം ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. അൽവർദയുടെ ഒരു വലിയ കോൺവക്കേഷൻ സെറമണി അൽ ജസീറ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇന്നേ ദിവസം നടത്താൻ താല്പര്യപ്പെട്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ഈ സനത് സ്വീകരിക്കുന്ന ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയുടെ ഭർത്താവിൻ്റെ ആകസ്മിക വിയോഗം നമുക്ക് ആ ഒരു പരിപാടി ഇവിടേക്ക് മാറ്റേണ്ടി വരികയും ആ സന്നദ്ധാന പരിപാടി തൊട്ടടുത്ത മാസങ്ങളിലായി നമ്മൾ നടത്തപ്പെടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അന്നേ ദിവസം നമ്മൾ ഉദ്ദേശിച്ച അൽവർദ 9ാം ബാച്ചിൻ്റെ ക്ലാസ് ഉദ്ഘാടനവും, അതുപോലെ തന്നെ ഹിക്മ അൽബിർ TTC ബാച്ചിൻ്റെ 2ാം ബാച്ചിൻ്റെ ക്ലാസ് ഉദ്ഘാടനവും, അതോടൊപ്പം അൽവർദയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മവും നിർവഹിക്കാൻ താല്പര്യപ്പെട്ടതായിരുന്നു. അത് ഇവിടെ ഇന്ന് നടക്കുകയാണ്. ആ ഒരു യോഗത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. കൂടുതലായി സംസാരിക്കുകയല്ല. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ അൽവർദയുടെ ചെയർമാൻ കൂടിയായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയുടെ അധ്യക്ഷൻ നമ്മുടെ പ്രിൻസിപ്പൽ കൂടിയായ നദീർ സാർ അവർ, അതുപോലെ അൽവർദയുടെ ഡയറക്ടറും മലബാർ കോളേജിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ അഡ്വക്കേറ്റ് നിയാസ് വാഫി, മറ്റു അധ്യാപികമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഒരു പ്രഭാഷണത്തിൻ്റെ വീട്ടില്ല, നമ്മൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ പരിപാടിയിലെത്തിയതാണ്. നമുക്ക് ക്ലാസ് ഉദ്ഘാടനമുണ്ട്, നമ്മുടെ സംസാരമുണ്ട്. ഏകദേശം നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട പോലെ തങ്ങളായിട്ട് ഒരു ഇൻട്രാക്ഷനും തങ്ങൾ സമ്മതം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അൽവർദയുടെ 9ാമത്തെ ബാച്ചിൻ്റെ ക്ലാസ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ 2016 തുടങ്ങിയ സംരംഭമാണ് അൽവർദ വുമൻസ് കോളേജ്. 2016 വേങ്ങരയിൽ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളും ഷെയ്ഖുന പറത്തൂർ CH ബാപ്പുട്ട് മുസ്ലിയാരുമായിരുന്നു എൻ്റെ ആദ്യ ലോഞ്ചിങ്ങും ക്ലാസ് ഉദ്ഘാടനത്തെ നിർവഹിച്ചു. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ 9ാമത്തെ ക്ലാസ് ഉദ്ഘാടനം. അടുത്ത വർഷം 2017 തന്നെ മൂന്നിയൂരും വലിയൂരും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ സ്ഥാപനം ആരംഭിച്ചു. അവിടെയും ക്ലാസ്സുകളൊക്കെ അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ കോൺവക്കേഷൻ വെച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെ അധ്യക്ഷതയിൽ സർവാധരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ
നമ്മുടെ സ്ഥാപനത്തിന് എല്ലാവിധ സപ്പോർട്ടും തന്ന തങ്ങളുടെ ഒരു സ്മരണക്കായി നമ്മൾ ഹിക്മ എന്നൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ ആദ്യ സംരംഭമായി തുടങ്ങിയ കോഴ്സാണ് ഹിക്മ അൽബിർ TTC കോഴ്സ്. അതിലെ കഴിഞ്ഞ വർഷം ഒരു ബാച്ച് അൽഹംദുലില്ലാഹ് പൂർത്തിയായി. അവരൊക്കെ ഇന്ന് 32 വിദ്യാർത്ഥികൾ വ്യത്യസ്ത അൽബിർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നു. ഈ വർഷത്തെ ബാച്ചിൽ 34 വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു. അവർക്കുള്ള ക്ലാസ് ഉദ്ഘാടനം കൂടി ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിർവഹിക്കും. +1 ഹ്യൂമാനിറ്റീസ്, ഡിഗ്രി, സൈക്കോളജി, അറബി, PPTTC, അൽബിർ TTC. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ 9ാമത് അൽബർദയുടെ അധ്യയന വർഷത്തിൻ്റെ ഔദ്യോഗിക തുടക്കം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെ എല്ലാവിധ ആദരവോടെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായിട്ട് 9ാമത് ബാച്ചിൻ്റെ ക്ലാസ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഇൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ വഹിഫ്ളൻ വഈമാനൻ കാമിലൻ. اللهم ربي تمم بالخير والسعادة عن ബഹുമാനനായ അധ്യക്ഷൻ നെഹ്റുദവി, ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ സുബൈർ മുത്തലി, അതേപോലെ ഈ വേദിയിൽ നിയാസ് അടക്കമുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, അധ്യാപക അനധ്യാപക ജീവനക്കാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നാം ഇതിലൂടെ അൽബർദ വുമൻസ് കോളേജും അതേപോലെ അൽബിർ സ്കൂൾ ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെയും ക്ലാസിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മവേദിയാണ് ഇവർ അനുഗ്രഹിച്ചവരുടെ ഇതിലൂടെ നടത്തുന്നത്. അതേപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ യൂണിയൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ നടത്തുകയാണ്. ഈ അൽബർദ സ്ഥാപനം പ്രവർത്തിപ്പെടുത്തുന്നതിന് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ ബൃഹത്തായ രീതിയിൽ നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയിലൂടെ മക്കൾക്ക് നൽകണമെന്നുള്ള ഒരാശയത്തിനാണ് ഈ സ്ഥാപനയുടെ കെട്ടിപ്പടുത്ത് ഉയർത്തിയത്. ഇന്നത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഒക്കെ വർഷങ്ങളെ 9 വർഷം പൂർത്തീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള അപ്ഡേഷനിലൂടെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ കരിക്കുലവും അതിനനുസൃത രീതിയിലുള്ള കരിക്കുലർ ആക്ടിവിറ്റീസും നൽകിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന രീതിയിലേക്കാണ് നമ്മുടെ സ്ഥാപനം 9 വർഷം കൊണ്ട് വളർന്നു വന്നിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങൾ ധാരാളം ആളുകൾ പഠിച്ചിറങ്ങി പുറത്തു പോയിട്ടുണ്ട്. ഇവർക്ക് നല്ല രീതിയിൽ കുടുംബജീവിതവും മറ്റു പല രീതിയിലുള്ള സേവനങ്ങളും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സ്ത്രീ വിദ്യാസമ്പന്നയായ ഒരു കുടുംബം
മൊത്തം വിദ്യാസമ്പന്നയാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യത. സ്ത്രീകൾ, നമുക്ക് നല്ല സ്ത്രീകളെ കുറിച്ച് ഖുർആനിൽ ഒരു അധ്യായം തന്നെ പ്രതിപാദിച്ചു. സൂറത്തുൽ നിസാ, സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും ജീവിത മര്യാദകളെ കുറിച്ചൊക്കെ അതിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ദീൻ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ, ആ ഇരുണ്ട കാലഘട്ടത്തിൽ സ്ത്രീകളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് വളരെ ഫെമിനിസ്റ്റുകൾ പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾക്ക് പർദ്ദനുള്ളിലാണ് അല്ലെങ്കിൽ വീടിനുള്ളിലാണ് ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് എന്നുള്ള പറയുന്ന രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇസ്ലാം മതത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന മറ്റൊരു മതവും ലോകത്തിലില്ലാതെ. ഇസ്ലാം മതമാണ് സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഹിജാബും അതേപോലെ തന്നെ പർദ്ദയും ഒക്കെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അവരുടെ അവർക്ക് മറച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട്. അക്രമത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ പ്രാധാന്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനെ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഖുർആനെ അതിനെക്കുറിച്ച് സ്ത്രീകളുടെ പ്രാധാന്യം എന്താണ്, അവർക്ക് കുടുംബത്തിൽ എന്താണ് സ്ഥാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ചോദിച്ചു, മൂന്ന് ചോദിച്ചു, ആർക്കാണ് നിങ്ങൾക്ക് എത്ര പ്രാധാന്യം നൽകേണ്ടത് ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ 3 വട്ടം ആവർത്തിച്ചാവർത്തിയാണ്. 4ാമത്തെ വട്ടമാണ് നിന്റെ ഉപ്പ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ സ്ഥാനം എന്താ? 3 പ്രാവശ്യവും ഉമ്മ എന്റെ സ്ത്രീകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നുള്ള മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ മഹത്വം നൽകി അനുഗ്രഹിച്ച ഒരു മതമാണ് ഇസ്ലാം മതം. അള്ളാഹിന്റെ ദീന് കെട്ടിപ്പടുക്കുക, അത് ഉയർത്തിപ്പിടിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. പ്രബോധന രംഗത്ത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രബോധന രംഗത്തൊക്കെ കർമ്മങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഒക്കെ പ്രവർത്തിച്ച് അള്ളാഹിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നാം എല്ലാവരും പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫെമിനിസം കുറച്ച് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള നമുക്കെല്ലാവർക്കും അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹിന്റെ ദീന് നിഷ്കർഷിച്ച രീതിയിലാണ് അവർക്ക് മറക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് വിദ്യാഭ്യാസം കിട്ടണം, പഠിക്കണം, പുറത്തിറങ്ങണം, അതിന് യാത്ര ചെയ്യണം, മറ്റ് ബസ്സുകളിലും മറ്റു രീതിയിൽ പോകേണ്ടത്. എല്ലാ രംഗത്തിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം കിട്ടണം. ആ രംഗത്തിന് സുരക്ഷിതം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള വസ്ത്ര രീതിയെക്കുറിച്ചും നമ്മോട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര നല്ല സുരക്ഷിതമായ രീതിയിലുള്ള മതം വേറൊന്നില്ല എന്നുള്ളതാണ് ഞാൻ മറ്റുള്ളവരോട് ചങ്കുറ്റത്തോടു കൂടി പറയേണ്ടത്, ധൈര്യത്തോടു കൂടി പറയേണ്ടത്. അള്ളാഹിന്റെ മതമായ ഇസ്ലാം മതം അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നതാണ്. നിങ്ങളൊക്കെ ഇവിടെ നാളെ പഠിച്ചിറങ്ങും. ഒരുപക്ഷെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സമൂഹത്തിൽ രാജ്യത്തിന്റെ പുരോഗതികൾക്ക് മറ്റുള്ള രീതിയിൽ സംഭാവനകൾ നൽകേണ്ട ഒരു കൂട്ടത്തിലുള്ള ഒരാളുകളാണ്. നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഭാവി തലമുറ അല്ലെങ്കിൽ ഭാവിയുള്ള ആളുകളെ വാർത്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരു അധ്യാപകനായിട്ട് അധ്യാപികയായിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടവും കുട്ടികളോട് അടുപ്പം കാണിക്കാനും നിങ്ങൾക്കാണ്, സഹോദരിമാർക്കാണ് കഴിയുക. സഹോദരിമാരാണ് കുട്ടികളോട് കൂടുതൽ ഇടപഴകാൻ പറ്റുന്ന ഒരാൾ. അപ്പം ആൺകുട്ടികൾക്കാളും കൂടുതൽ അധ്യാപന രംഗത്ത് തിളങ്ങാൻ പറ്റുന്ന ചെറിയ ചെറിയ പിഞ്ചോമന മക്കളെ പഠിപ്പിക്കാനും അവരെ മനസ്സുകൊണ്ടും അവരെ സ്നേഹിക്കാനും അവരോട് കളിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഉമ്മമാരും സഹോദരിമാരാണ് നിങ്ങളെല്ലാവരും. നിങ്ങളൊക്കെ ആ പ്രാധാന്യം ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രയത്നം നിങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ എല്ലാ രീതിയിലും പഠിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥനകൾ. അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തെ സ്വാലിഹായ അമലായി സൽക്കരമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ ഒക്കെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ജസീല കേട്ടി മഹദിയുടെ ഭർത്താവ് ഗുനൈസ് കല്ലൻ 27 വയസ്സായിട്ടുള്ള കഴിഞ്ഞ ആഴ്ച സൗദിയിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. 2 ആൺമക്കളും
2.5 വയസ്സും പെൺകുട്ടിക്ക് 2 മാസം പ്രായമായ കുട്ടിയാണ്. അള്ളാഹു ആ സഹോദരന് അള്ളാഹു അദ്ദേഹത്തിന് വന്നു പോയ തെറ്റുകുറ്റികൾ അള്ളാഹു മാപ്പാക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു ജന്നാത്തിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ആമീൻ റഹ്മത്തുക യാ റഹീം. ഈ പരിപാടി ഇവിടെ ഇന്നത്തെ യൂണിയന്റെ ഔപചാരികമായ ഉദ്ഘാടനം അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്നീ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ നിർവഹിച്ച പ്രഖ്യാപിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.